അസ്സലാമു അലൈക്കും. ഞാനൊരാഴ്ച മുമ്പ് നമ്മുടെ മർക്കസുദ്ദഅവ വിഭാഗവും വിഷ്ടം മുജാഹിദും തമ്മിലുള്ളൊരു സംവാദം കണ്ടു. അതിൽ മർക്കസുദ്ദഅവ വിഭാഗം ഫൈസൽ മൗലവിയുടെ മുഖത്ത് ചൂണ്ടിയിട്ട് നിങ്ങൾ മുശ്രിക്കാണ്, നിങ്ങൾ കാഫിറാണെന്ന് പറയുന്നുണ്ട്. അതിന് ഫൈസൽ മൗലവി കൊടുത്ത മറുപടി, നിങ്ങൾ 10 വർഷം വരെ നിങ്ങൾ മുസ്ലിമാണ്, അത് കഴിഞ്ഞ് ഞങ്ങൾ ചേകനൂരിയാവും എന്നുള്ളതാണ്. നല്ല മാരണക്കാരൻ, ഇതുവരെ ഞാൻ കാഫിർ മുശ്രിക്കുന്ന പറഞ്ഞേ. ഫൈസൽ ഉസ്താദ് കാഫിർ മുശ്രിക്കുന്ന എന്റെ മനസ്സിൽ വന്നതും പറഞ്ഞതും അത് ഞാൻ മാറ്റിയല്ല, അതിന്റെ കൂടെ നന്നായിട്ട് സിഹർ ചെയ്യാൻ അറിയാം. ഇതാണ് സാക്ഷാൽ ചേകന്നൂരിസം, ഇതാണ് സാക്ഷാൽ രക്ഷപ്പെടുന്നവൻ ഇപ്പൊ രക്ഷപ്പെട്ടു. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാഫിറാക്കുന്നതിൽ ഇസ്ലാമിക വശം എന്താണ് എന്നുള്ളത് അറിയാൻ താല്പര്യം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഉഹദിലേക്ക് ഒരു സിയാറത്തിന് പോയി. സ്വഹാബത്ത് പറയുന്നു, ജീവിച്ചിരിക്കുന്നവരോട് വിട വാങ്ങുന്നത് പോലെയായിരുന്നു ആ സിയാറത്ത്. അത് കഴിഞ്ഞ് നേരെ മദീന പള്ളിയിൽ വന്ന് മിമ്പറിന്റെ താഴെ പടിയിലിരുന്നു. മേലോട്ട് കയറാൻ വയ്യ, സുഖല്ല. അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഒരു പ്രസ്താവന ഉണ്ട്. ഫവല്ലദീ നഫ്സി ബിയദി, എന്നെ നിയന്ത്രിക്കുന്ന അല്ലാഹുവാണ് സത്യം. ഇന്നി ലാ അഖാഫു അലൈക്കും അൻ തുശ്രികൂ മിൻ ബഅദി, നിങ്ങള് മുസ്ലിം സമുദായം എന്റെ കാലശേഷം മുശ്രിക്കീങ്ങളായി പോകുമെന്ന് പടച്ചോനാണ് സത്യം, ഞാൻ പേടിക്കണില്ല. വലാകിന്നി അഖാഫു അലൈക്കും അൻ തുനാഫിസൂ ഫിഹാ, ദുനിയാവിന്റെ അധികാരത്തിന് വേണ്ടി നിങ്ങൾ പരസ്പരം തർക്കിക്കുന്നതിനെയാണ്, മത്സരിക്കുന്നതിനെയാണ് ഞാൻ പേടിക്കുന്നത്. മുസ്ലിം ഉമ്മത്തിന് അള്ളാന്റെ റസൂൽ നൽകിയ വലിയൊരു നിർദ്ദേശമാണ്. മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുക, കാഫിറാക്കുക. മുസ്ലിങ്ങൾ മൊത്തത്തിൽ ശിർക്ക് ചെയ്തു പോയി. ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് ആമുഖം എന്ന പുസ്തകത്തില് ഇബ്നു അബ്ദുൽ വഹാബിനെ പരിചയപ്പെടുത്തി പറയുന്നത്, അദ്ദേഹം നോക്കുമ്പോൾ ലോകത്ത് മുസ്ലിങ്ങളെല്ലാം തൗഹീദിൽ നിന്ന് ബഹുദൂരം അകന്നു പോയിരിക്കുന്നു. മുസ്ലിങ്ങളൊക്കെ തൗഹീദിൽ നിന്ന് പോയി, എല്ലാവരും മുശ്രിക്കായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനെ കുറിച്ചാ പറഞ്ഞു. അങ്ങനെ ഒരു പേടി എനിക്കില്ല. അപ്പൊ ചില ഹദീസിലില്ലേ, ഉറുമ്പരിക്കുന്നത് പോലെ ശിർക്ക് വരുന്ന ആ പറഞ്ഞ ഹദീസിലുള്ളത് ഏത് ശിർക്കാണ്? ഇങ്ങനെ വ്യാപകമായി മുസ്ലിങ്ങളൊക്കെ മുശ്രിക്കായി പോകും എന്നതിനെ കുറിച്ചല്ല. ശിർക്ക് 2 ഐറ്റംസ്. ഒന്ന്, അള്ളാഹുവിൽ പങ്കു ചേർക്കുക, അള്ളാഹുവിന്റെ കൂടെ വേറെ ആരാധനക്ക് അർഹത ഉള്ളവരുണ്ട് എന്ന് വിശ്വസിക്കുന്ന വലിയ ശിർക്ക. മറ്റൊന്ന് ശിർക്ക് ഖഫീ എന്ന് പറയും, അത് റിയാ ആണ്. ഉദാഹരണം, നമ്മള് സുബഹി നിസ്കരിച്ച് വീട്ടിന്റെ കോലായിലിരുന്ന് ഇങ്ങനെ യാസീൻ ഓതുകയാണ്. അപ്പോ ഒരു മിതമായ ശബ്ദത്തിൽ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കും. നമ്മളെ മുന്നിലെ വഴിയിലൂടെ ഒരാൾ ഇങ്ങനെ നടന്നു പോകുമ്പോ ശൈത്താൻ നമ്മളോട് പറയുക, അയാളൊന്ന് കേട്ടോട്ടെ എന്റെ ഖുർആനോത്ത്. അപ്പൊ വഇലൈഹി തുർജഊൻ, അതിലേശം ഉറക്കാട് പറയും. ഇതെന്തിനാ? അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ ഇതുവരെ ഓതിയത് ഇയാൾ കേൾക്കാൻ വേണ്ടി ആയി പോവാ. ഇതാണ് ഉറുമ്പരിക്കണമായി നമ്മൾ അറിയാതെ ശിർക്ക് വരും എന്ന് പറഞ്ഞു. അല്ലാതെ മുസ്ലിമീങ്ങളൊക്കെ മുശ്രിക്കായി പോകുക, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. അതേപോലെ ഒരു മുസ്ലിമിനെ കാഫിർ എന്ന് വിളിച്ചാൽ മുത്തനബി പറയുന്നത്, ഒന്നുകിൽ വിളിക്കപ്പെട്ടവൻ കാഫിറാണ്, അല്ലെങ്കിൽ വിളിച്ചോനെ കൊള്ളാതെ മടങ്ങുന്ന. അപ്പൊ ഇതൊരു ഗൗരവമുള്ള സംഗതിയാണ്. ഇതൊരു കുട്ടിക്കളിയല്ല. സമ്പാദത്തിന് വേണ്ടി അവിടെയും ഇവിടെ ഇരിക്കും. ഒരുത്തന്നെ മുഖത്തോക്കി ഇജ് കാഫിറാണ്, അതോടൊപ്പം ഇജ് മുശ്രിക്കുമാണ്, അതിന്റെ കൂടെ ജി സാഹിറുമാണ് എന്നാണ് ഒരു മൗലവിനോട് പറയുന്നത്. ഇത് അവരോട് മാത്രം പറഞ്ഞല്ല. ഇത് കണ്ടെങ്കിൽ ഇത് സെൽസബീൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായി വാണ ഒരാളാണല്ലോ കെ ഉമർ മൗലവി. അദ്ദേഹത്തിന് ഇതാ ഉമർ മൗലവിക്ക് ഒരു തുറന്ന കത്ത് എന്ന് പറഞ്ഞ എം കാരശ്ശേരി അദ്ദേഹത്തിന് ഒരു കത്ത് കാരശ്ശേരിക്ക് ഇയാള് സൗജന്യമായിട്ട് ഈ സെൽസബിൽ ഇങ്ങനെ അയച്ചു കൊടുക്കും. അപ്പൊ അയാൾ അതിന് ഒന്ന് പ്രതികരിച്ച് എഴുതിയതാ. കുറച്ചൊക്കെ ഒരു ഭാഷ നന്നാക്കി കൊടുങ്ങൾ, ഇത്ര കഠിന കഠോരമായി എന്തിനാണ് എതിർക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് ഒരു കത്ത് എഴുതിയതാ. അതിന് ഇയാൾ മറുപടി പറഞ്ഞു, കേട്ടോ, നിങ്ങള് സുന്നികൾക്കെതിരായുള്ള തൂലികാ സമരം ഒഴിവാക്കാൻ വിചാരിക്കുന്നില്ല. എന്റെ ഖബറിലേക്കുള്ള ദൂരം കുറഞ്ഞു വരുന്നു, അതുകൊണ്ട് കഴിയുന്നിടത്തോളം നോക്കുക തന്നെ. സുന്നികൾ മഹാ അപകടകാരികളാണ്. സുന്നികളുടെ കാര്യം മഹാപോക്കു തന്നെ. നരകത്തിന്റെ നടുവിലേക്ക് ഷഹാദത്ത് കലിമയുടെ അർത്ഥം ശരിക്കും മനസ്സിലാക്കി ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വരീൻ സുന്നികളെ.
അസ്ലിമു, നിങ്ങൾ മുസ്ലിം ആവുക, തസ്ലമു, എങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. നോക്ക്, നിങ്ങൾ ലോകത്തെ സുന്നികളെ മൊത്തം വിളിച്ചിട്ട് ഈ മൗലവി പറയാ, നിങ്ങളൊക്കെ മുസ്ലിമാ, നിങ്ങളൊക്കെ ഇപ്പൊ കാഫറാ, നിങ്ങൾ എല്ലാവരും മുസ്ലിമാ, നിങ്ങൾ രക്ഷപ്പെടുക. EK ഹസൻ മുസ്ലിയാർ നബ്ബറല്ലാഹു മർക്കദ രോഗശയ്യയിൽ കിടക്കുമ്പോ ഇതേ വാചകം വെച്ച് കത്ത് ഒരാളെ കയ്യിൽ കൊടുത്തയച്ച മൗലവിയാണ്. നേരത്തെ ഇവിടെ ആമുഖ പ്രസംഗത്തിൽ നേരത്തെ പറഞ്ഞല്ലോ, ഖവാരിജികളുടെ ഏറ്റവും വലിയ സ്വഭാവങ്ങളിൽ ഒന്ന് തക്ഫീറുൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളെ കാഫറാക്കുക. അതേ സ്വഭാവമാണ് വഹാബിസത്തിനുള്ളത്. അത് വലിയ അപകടമാണ്. ആ അടയാളത്തിൽ നമ്മൾ തിരിച്ചറിയാ, ഇത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ശിറാറുൽ ഖൽഖ്, സൃഷ്ടികളിൽ ഏറ്റവും നാശകാരികളെന്ന് മഹാനവറുകൾ പരിചയപ്പെടുത്തിയ വിശ്വാസം പേർന്നവരാണ്. അതുകൊണ്ട് ആ അബദ്ധജടിലമായ വാദം വാദിക്കുന്നവരിൽ നിന്ന് വിട്ടുനിൽക്കുക, അതിൽ നിന്ന് ഒഴിഞ്ഞു പോരുക. മുസ്ലിങ്ങളെ മുശ്രിക്കാക്കിയിട്ട് നമുക്ക് എവിടെയും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു.